الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ പിന്നിട്ട ദിനരാത്രങ്ങളിൽ നാം ചെയ്ത ചെറുതും വലുതുമായ ഒട്ടനവധി ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ മനസ്സറിഞ്ഞ വിശ്വാസികളെന്ന നിലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പരിശുദ്ധ റമളാൻ പിന്നിട്ടു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന 6 മാസക്കാലത്തോളം അള്ളാഹുവിനോട് അവരുടെ കർമ്മങ്ങളെ സ്വീകരിക്കപ്പെടാൻ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സ്വഹാബത്തിൻ്റെ ചരിത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ കൃത്യമായി പഠിപ്പിക്കുക കൂടി ചെയ്തു. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജ്ല. തൻ്റെ മുന്നിലുള്ള സ്വഹാബത്ത് കർമ്മങ്ങൾ ചെയ്തിട്ടും ഒരു വേള ഭയപ്പെട്ടത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന തിരിച്ചറിവിലാണ് അവർ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, റമളാൻ പിന്നിട്ടു, ഒട്ടനവധി ഇബാദത്തുകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാൻ
അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരാത്മപരിശോധന ഈ സന്ദർഭത്തിൽ അനിവാര്യമാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ അമലുകൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ ജീവിതത്തിൽ അമലുകൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി 10 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത് മഅരിഫത്തുല്ലാഹ് എന്നതാണ്. അള്ളാഹുവിനെ അറിയുക എന്നതാണ്. ഏറ്റവും പ്രധാനമാണ്. ഏതൊരു മനുഷ്യനും വിശ്വാസിയും അവനവൻ്റെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടാകണം. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. കൈകെട്ടി 17 തവണ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ നിസ്കാരത്തിൻ്റെ വേളയിലും റബ്ബിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചില്ലേ, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്നത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന തിരിച്ചറിവിലാകണം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരം നിർവഹിക്കാൻ. ഏത് ഇബാദത്തുകൾ നിർവഹിക്കുമ്പോഴും അത്തരത്തിലൊരു ചിന്തയാകണം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ പല ഇബാദത്തുകളും നമ്മളുടെ ജീവിതത്തിൽ നിർവഹിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ റബ്ബ് കാണണം എന്ന ആഗ്രഹത്താലാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ അതിനൊരു കുളിർമയുണ്ടാകും. അതിന് ഒരാളും കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് അതിനുള്ള പ്രതിഫലം നൽകും എന്ന തിരിച്ചറിവിൽ ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഭംഗിയോടെ മനസ്സുവേദനിക്കാതെ ഒരാളും കണ്ടിട്ടില്ലെങ്കിലും ഏറ്റവും ഭംഗിയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കാൻ കഴിയും. മുൻഗാമികൾ സൂചിപ്പിച്ചത് യഖൂലൂൻ ബിഇസൽ ഖൗം, ഏറ്റവും മോശപ്പെട്ട ജനത ഏതാണ് എന്നിട്ട് പറഞ്ഞത് ഖൗമുൻ ലാ യഅരിഫൂന അല്ലാഹ് ഇല്ലാ ഫീ റമളാൻ, റമളാനിൽ മാത്രം അള്ളാഹുവിനെ അറിയുന്ന ചില മനുഷ്യന്മാർ. റമളാൻ കടന്നു വന്നപ്പോൾ നമുക്കൊരു ഈമാനും തഖ്വയും നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കടന്നു വന്നു. നിസ്കരിക്കാത്തവൻ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുക്കാത്തവൻ നോമ്പെടുത്തിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ നിർവഹിക്കാത്തവർ ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഇബാദത്തുകൾ ചെയ്തു. എന്നാൽ റമളാൻ നമ്മളോട് വിട പറഞ്ഞു. നമ്മൾ റമളാനോട് വിട പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വരുന്ന റമളാനിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്നത് ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് സഹോദരങ്ങളെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റമളാൻ വിട പറഞ്ഞ് നമ്മളോട് യാത്ര പറഞ്ഞു പോയപ്പോൾ നമുക്ക് എത്ര കണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്തവർ റമളാൻ കഴിഞ്ഞിട്ട് കൃത്യമായി നമസ്കാരം നിർവഹിക്കാൻ, സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, സഹോദരങ്ങളെ ദാനധർമ്മങ്ങൾ കൂടുതലായി നിർവഹിക്കാൻ ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. എത്ര തവണ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിങ്ങൾക്ക് മരണം സംഭവിക്കുന്നത് വരേക്കും നിങ്ങൾ ഉറപ്പോടെ ദൃഢബോധ്യത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഏതു സമയത്തും റമളാനിലെ റബ്ബാണ് ശവ്വാലിലെയും റബ്ബ്, ശഅബാനിലെയും റബ്ബ്, റജബിലെയും റബ്ബ്. ആ റബ്ബ് എക്കാലഘട്ടത്തിലുമുണ്ട്. ഇബാദത്ത് ചെയ്യുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റബ്ബ് എത്ര ചെറുതും വലുതുമായ ഇബാദത്തുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം എനിക്കുണ്ട് എന്ന അർത്ഥത്തിൽ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ഇബാദത്ത് നിർവഹിക്കുക എന്നതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടുന്നത്. രണ്ടാമത്തത് ലുസൂം മജാലിസൽ ഇൽം, ഇൽമിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ഒരു അറിവിൻ്റെ സദസ്സുകളിൽ നമുക്ക് സൗകര്യമുള്ളപ്പോൾ നമ്മളൊക്കെ പങ്കെടുക്കുന്നവരാണ്. എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് നമുക്കൊക്കെ സൗകര്യം കിട്ടുമ്പോൾ എന്നാലൊന്ന് പോയി നോക്കാം, ഒരു ഖുർആൻ ക്ലാസ് അല്ലേ, അവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ എന്താണ് ഇപ്പോൾ പറയുന്നത് എന്നതൊന്ന് പോയി നോക്കാം എന്ന ചിന്തയിൽ പോകുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെയല്ല, മറിച്ച് ലുസൂം മജാലിസൽ ഇൽം, നിങ്ങൾ ഈ ഇൽമിൻ്റെ സദസ്സുകളിൽ നിർബന്ധമായും അനിവാര്യമായും ഉണ്ടാകണം. എന്തിന്? ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിൻ്റെ മേലും ഇൽമ് സമ്പാദിക്കുക എന്നത് നിർബന്ധ ബാധ്യതയാണ് സഹോദരങ്ങളെ, നിർബന്ധ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് റബ്ബിനെ തിരിച്ചറിയാൻ ലോകത്തിൻ്റെ പ്രവാചകനാര്? ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ എന്താണ്? എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ ഇൽമിൻ്റെ സദസ്സുകളിൽ, അവിടെയാണ് ഖുർആനിൻ്റെ ഒരു വല്ലാത്ത ചോദ്യമുണ്ട്.
ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ റസൂലേ, ചോദിക്കുക ആളുകളോട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ ആയത്തോതി ചോദിച്ചതാണ്, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ ഇൽമിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച പ്രതിഫലമാണ് ലഭിക്കാനുള്ളത്. സ്വർഗത്തിലേക്കുള്ള വഴി തെളിഞ്ഞു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഒരു വഴിയിൽ അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരു ഖുദ്സിയായ ഹദീസിലൂടെ റസൂലുള്ളാഹി പറഞ്ഞു, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബിന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതസാവിരീന ഫിയ. റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം അനിവാര്യമാണ്, ഉറപ്പാണ്. റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നമ്മൾ ഇൽമിൻ്റെ സദസ്സുകളിൽ അറിവ് എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവിടേക്ക് യാത്ര ചെല്ലുന്നത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടണം. ആലോചിക്കണം, നമ്മളോടൊപ്പമുള്ള ഭാര്യ ഒരു 2 ദിവസം പിണങ്ങിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർ പിണങ്ങിയാൽ, നമ്മളുടെ മക്കൾ നമ്മളോടൊന്ന് പിണങ്ങിയാൽ നമുക്ക് എത്ര മാനസികമായി പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകും. ആ വീട്ടിൽ താമസിക്കാൻ തന്നെ വല്ലാത്ത ഇടങ്ങേറും പ്രയാസവും. അവിടെയാണ് നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ ഒരു വേള ഞാൻ നിങ്ങളും ആലോചിച്ചിട്ടുണ്ടോ? റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാത്തവരായി ജീവിച്ചാൽ ഏറ്റവും വലിയ നഷ്ടമാണ്. അവിടെയാണ് എൻ്റെ ഇഷ്ടം അനിവാര്യമാണ് എന്ന് റബ്ബ് നമ്മളോട് ഓർമ്മപ്പെടുത്തിയാണ്. വജബത് മഹബ്ബത്തി, എൻ്റെ ഇഷ്ടം ഉറപ്പാണ്. അങ്ങനെ ഇഷ്ടം ലഭിക്കണോ, നിങ്ങൾ ഇൽമിൻ്റെ സദസ്സുകളിൽ ഉണ്ടാകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലല റളിയല്ലാഹു അൻഹു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കും. ആ സദസ്സിലിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വർഗത്തെക്കുറിച്ച് പറയും, നരകത്തെക്കുറിച്ച് പറയും. ആ സമയം സ്വർഗത്തെ നരകത്തെക്കുറിച്ച് കേട്ട് ഹല്ലല റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരു വേള വരാതിരുന്നു. 2 ദിവസം ഹല്ലല റളിയല്ലാഹു അൻഹുവിനെ കാണാതിരുന്നപ്പോൾ സ്വഹാബിമാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചുപോയി, അല്ല ഹല്ലലയെ കാണാനില്ലല്ലോ, എവിടെയാണ് ഹല്ലല? ഹല്ലലയെ തിരഞ്ഞു പോകണം. സ്വഹാബിമാർ ഹല്ലല റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഹല്ലലേ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹല്ലലയെ തിരയുന്നുണ്ട്. എന്തേ പള്ളിയിലേക്ക് കാണുന്നില്ല? ഹല്ലല റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സദസ്സിലിരിക്കുമ്പോൾ റസൂലുള്ള സ്വർഗത്തെക്കുറിച്ച് പറയാറുണ്ട്, നരകത്തെക്കുറിച്ച് പറയാറുണ്ട്. ആ സമയം എൻ്റെ കണ്ണുകൊണ്ട് നേർക്കുനേരെ സ്വർഗത്തെ കാണുന്നത് പോലെ നരകത്തെ കാണുന്നത് പോലെ സ്വഹാബത്തെ എനിക്ക് ഫീൽ ചെയ്യും. എന്നാൽ നാട്ടിലേക്ക്, വീട്ടുകാരിലേക്ക്, കുടുംബക്കാരിലേക്ക്, ബന്ധുക്കളിലേക്ക്, തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വർഗം ലഭിക്കാൻ എൻ്റെ വീടാണ് എനിക്ക് ഉത്തമം എന്നു കരുതിയിരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന് വർത്തമാനം പറയുന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഹല്ലലയ്ക്ക് അതല്ല പരിഹാരം, ഇസ്ലാമിൻ്റെ സദസ്സിലേക്ക് വരലാണ്, ഈ ദീനിനെ കുറിച്ച് അറിയലാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള വമ്പിച്ച പ്രതിഫലത്തെക്കുറിച്ച് തിരിച്ചറിയലാണ്, ഒരു ഹിസാബിൻ്റെ ലോകം വരാനുണ്ട് എന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സദസ്സിൽ വരലാണ് ഹല്ലലയ്ക്ക് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് ഇൽമിൻ്റെ സദസ്സുകളിലേക്ക് വരണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. മൂന്നാമത്തത് അത്തഖറുബു ഇലല്ലാഹി ബിന്നവാഫിൽ ബഅദൽ ഫറാഇൽ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം വരുന്ന സുന്നത്തു നമസ്കാരങ്ങൾ. ഏതൊക്കെ സുന്നത്തുകളുണ്ടോ അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം സഹോദരങ്ങളെ. ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം എത്രയോ റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 12 റക്അത്തുകൾ നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ ഒരു വേള നമുക്ക് മടിയാണ്, പ്രയാസാണ്. എന്നാൽ അങ്ങനെയൊക്കെ നിർവഹിക്കുന്നവർ ഒരു പക്ഷേ ഒഴിവാക്കാതെ ഫർദിലെ ന്യൂനതകൾ പരിഹരിച്ചു കിട്ടാൻ ഇത്തരത്തിലുള്ള സുന്നത്തുകൾ പരിഹാരമാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിൻ്റെയൊക്കെ പ്രതിഫലം? ഇതൊക്കെ എന്തു ചെയ്താലും ഇസ്ലാമിൽ നോക്കണം സഹോദരങ്ങളെ, മനുഷ്യന്മാരുടെ മനസ്സറിയുന്നവൻ അള്ളാഹുവാണ്. മനുഷ്യൻ്റെ മനസ്സറിയുന്ന അള്ളാഹു എന്തു ചെയ്താലും, എത്ര ജോലി ചെയ്താലും അതിനൊക്കെ കൂലിയില്ലെങ്കിൽ അവൻ്റെ മനസ്സു മടുക്കും. എന്നാൽ ഇസ്ലാമിൽ റബ്ബ് എത്ര അമലുകൾ ചെയ്യാൻ പറഞ്ഞു അതിനൊക്കെ വമ്പിച്ച പ്രതിഫലം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സുന്നത്തു നമസ്കരിച്ചാൽ
12 റക്അത്ത് കൃത്യമായി നിർവഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലൊരു വീടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫറായി പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ വീട് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സഹോദരങ്ങളെ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം വരുന്ന സുന്നത്തു നമസ്കാരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഒരു വേള റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഞാൻ നിങ്ങളും സുന്നത്തു നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് ചോദിക്കേണ്ടുന്നത് എത്ര കണ്ട് നിസ്കാരം കൃത്യമായി സുന്നത്തു നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. ഫറദ് നോമ്പ് കഴിഞ്ഞാൽ എല്ലാ നോമ്പും അവസാനിച്ചു എന്നതല്ല, മറിച്ച് സുന്നത്ത് നോമ്പുകളുണ്ട്. എത്രയോ സുന്നത്ത് നോമ്പുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ തിങ്കളാഴ്ച ദിവസവും, എല്ലാ വ്യാഴാഴ്ച ദിവസവും, അയ്യാമുൽ ബീദിന്റെ ദിവസം 13, 14, 15 ശവ്വാലിലെ ഇപ്പോൾ നമ്മൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലെ ഈ നോമ്പുകളൊക്കെ ഫറദിന്റെ വീഴ്ചകൾ പരിഹരിക്കപ്പെടാൻ ഉപകരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഫറദുകൾക്ക് ശേഷം വരുന്ന സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരങ്ങളെ കഴിയണം. നിസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എത്രയോ ദുഹാ നമസ്കാരങ്ങളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ സുന്നത്തു നമസ്കാരങ്ങൾ ജീവിതത്തിൽ പതിവാക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമത്തത് തൻവീഉൽ ഇബാദ, വ്യത്യസ്തമായ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വൈവിധ്യമാർന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സഹോദരങ്ങളെ. ഈ പറയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് ഒരു വേള പരിശോധിക്കപ്പെടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലായ്പ്പോഴും നിസ്കാരം കഴിഞ്ഞ്, സുബഹി നമസ്കാരം കഴിഞ്ഞ് തൻ്റെ സ്വഹാബത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ, ചില സ്വപ്നങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുണ്ട്. അങ്ങനെ റസൂലുള്ളാഹ് അവരോട് ചോദിക്കാണ്, മൻ അസ്ബഹ മിൻകും അൽ യൗമ സ്വായിമ, ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആരാണ് സ്വഹാബത്തെ നോമ്പുകാരായിട്ടുള്ളത്? ഫമൻ തബിഅ മിൻകും അൽ യൗമ ജനാസ, ഇന്നത്തെ ദിവസം ഒരു ജനാസയെ, ഒരു മയ്യത്തിനെ അനുഗമിച്ചവൻ ഈ സദസ്സിൽ ആരാണുള്ളത്? ഫമൻ അത്അമ മിൻകും അൽ യൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ഒരു അഗതിക്ക്, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവൻ ഈ സദസ്സിൽ ആരാണുള്ളത്? വമൻ ആദ മിൻകും അൽ യൗമ മരീദ, ഇന്നത്തെ ദിവസം ഒരു രോഗിയായി കിടന്നവനെ സന്ദർശിച്ചവൻ ഈ സദസ്സിൽ ആരാണുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ അവിടുന്ന് ഒരു കൈ ഉയർന്നു വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈയാണ്. 4 ചോദ്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഇത്രയേറെ സ്വഹാബിമാരുണ്ടായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ അവിടുന്ന് ഉയർന്നു വരികയാണ്. നോക്കൂ സഹോദര, എത്രയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിമാരുടെ പേരെടുത്തു പറഞ്ഞപ്പോൾ അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ, എൻ്റെ അബൂബക്കർ, അബൂബക്കറുൻ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് സ്വർഗത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 4 ചോദ്യങ്ങൾക്ക് സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നത് ഒരു വേള പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വലിയ പ്രയാസമൊന്നുമില്ലാത്ത ചില നന്മകളെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വമജ്തമഅ ഇംറിഇൻ ദഖലൽ ജന്ന, ഈ 4 കാര്യങ്ങൾ ഒത്തുവന്നാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വൈവിധ്യമാർന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 5-മത്തത് ദവാമു ദിക്രില്ല, നിരന്തരം അള്ളാഹുവിനെ ഓർക്കലാണ്, റബ്ബിനെ ഓർക്കലാണ് സഹോദരങ്ങളെ. എല്ലാറ്റിനുമുള്ള പരിഹാരം. മനസ്സ് വേദനിക്കുന്ന, മനസ്സ് വിങ്ങിപ്പൊട്ടുന്ന, കുടുംബത്തിൽ താളം തെറ്റുന്ന, ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുണ്ട് പരിഹാരം? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം ബിദിക്രില്ല, റബ്ബിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, ആശ്വാസം ലഭിക്കണം. അള്ളാഹുവിനെ ഓർക്കണം. എത്രയോ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മളോട് സംസാരിച്ചു. ഫദ്കുറുനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം, എന്നാൽ നിങ്ങളെ ഞാൻ ഓർക്കും. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, വദ്കുറുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. അങ്ങനെ ഓർത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ട് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തി. യാ അയ്യുഹല്ലദീന ആമനു ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റത വഅസീല, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ ഓർക്കണം. രാവിലെയും വൈകുന്നേരവും ദിക്റുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന് എഴുന്നേറ്റം മുതൽ നമ്മുടെ വിരിപ്പിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റപ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ച്
തൻ്റെ വിരിപ്പിലേക്ക് തലചായിക്കുമ്പോൾ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു വഇൻ അംസത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ ഇതിനിടയിൽ വരുന്ന എത്ര പ്രാർത്ഥനകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത എത്ര ദിക്റുകളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഒരുപക്ഷെ കടന്നു വരാറുള്ളത്. അതുകൊണ്ട് എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകൾ, ആ ദിക്റുകൾ ദവാമു ദിക്രില്ല, നിരന്തരം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ ഓർത്ത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന ദിക്റുകൾ നിങ്ങൾ ധാരാളമായി ഉരുവിടണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആറാമത്തത് അത്തദബ്ബുറു ബിൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് ചിന്തിക്കലാണ്, പഠിക്കലാണ്. ഖുർആനിൻ്റെ ആയത്തുകൾ ധാരാളം നമ്മൾ ഓതിയിട്ടുണ്ട് സഹോദരങ്ങളെ. റമദാനിൻ്റെ പകലും രാത്രിയും നിന്ന് നമസ്കരിച്ചപ്പോൾ ഖുർആനിൻ്റെ ആയത്തുകൾ ഞാൻ നിങ്ങൾ ഓതിയവരാണ്. എന്നാൽ ഖുർആൻ ഒരു വേള പഠിക്കാൻ എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത്? അത് കൃത്യമായി ഖുർആൻ പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി എന്തിനാണ് റബ്ബിൻ്റെ ഖുർആൻ അവതരിപ്പിച്ചത്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ലിയദ്ദബ്ബറു ആയാതി, ആ ആയത്തുകളൊക്കെ ചിന്തിക്കാനാണ്, പഠിക്കാനാണ്. ഇനി പഠിക്കാൻ ഇതൊക്കെ അറബിയല്ലേ, എങ്ങനെ വായിക്കുക, എങ്ങനെ പഠിക്കുക? ഇതൊക്കെ മനുഷ്യന് സ്വാഭാവികമായും പിശാചുണ്ടാക്കുന്ന ചില ചിന്തകളുണ്ട്. നമ്മളുടെ ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ എത്ര സമയമെടുത്ത് നല്ലൊരു ജോലിയിൽ ഉയർച്ച ലഭിക്കുമെന്ന് പറഞ്ഞാൽ എത്ര സമയമെടുത്തും എത്ര പണം മുടക്കിയും പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകും. റബ്ബിൻ്റെ ഖുർആൻ ഒരു വേള മനസ്സറിഞ്ഞൊന്ന് പഠിക്കാൻ സഹോദരങ്ങളെ എത്ര സമയം ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു വേള ഖുർആൻ പൂർണ്ണമായി ഒന്ന് ഓതി, ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയും ഖുർആൻ പൂർണ്ണമായി ഒരാവർത്തി എനിക്ക് വായിക്കാൻ കഴിഞ്ഞു എന്നത് സഹോദരങ്ങളെ നമുക്ക് പറയാൻ കഴിയും. വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ്റെ അനുഭവം എനിക്ക് ഇന്ന് ഓർക്കാൻ കഴിയും. എന്നോട് സംസാരിച്ചത്, ഞാൻ എൻ്റെ ജീവിതത്തിലെ 50 വർഷം ഞാൻ ഒന്നും പഠിച്ചില്ല, ഇന്ന് 84 വയസ്സുണ്ട്, എനിക്ക് 84 വയസ്സുണ്ട്, ഞാൻ 18 തവണ അമാനി മൗലവിയുടെ തഫ്സീർ പൂർണ്ണമായി വായിക്കാൻ അൽഹംദുലില്ലാ എനിക്ക് കഴിഞ്ഞു എന്ന്. സഹോദരങ്ങളെ, നമുക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ പറ്റൂ, നമുക്കൊക്കെ ആലോചിക്കാൻ മാത്രമേ പറ്റൂ. ഒരു 50 വയസ്സ് കഴിഞ്ഞ് തൻ്റെ 34 കൊല്ലത്തിൻ്റെ ഇടയിൽ 18 തവണ പൂർണ്ണമായി അമാനി മൗലവിയുടെ 8 വാള്യങ്ങൾ വരുന്ന ഖുർആനിൻ്റെ പരിഭാഷ പൂർണ്ണമായി വായിക്കാൻ അൽഹംദുലില്ലാ എനിക്കെൻ്റെ ജീവിതത്തിൽ സാധിച്ചു എന്ന് പറയുന്ന പ്രായം ചെന്ന മനുഷ്യന്മാർ, സഹോദരങ്ങളെ, ഏറ്റവും നല്ല ബുദ്ധിയുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു സമയത്ത് നമുക്ക് ഈ ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, ഖബറിലേക്ക് എത്തുമ്പോൾ എന്ത് ഉത്തരമാണ് മലക്കുകളുടെ ചോദ്യത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുക? അവിടെയാണ് ഖുർആൻ കൃത്യമായി പഠിക്കണം. ഇനി പഠിക്കാൻ പ്രയാസമാണോ? എന്താ ഖുർആൻ പറഞ്ഞത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഖുർആനിനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട്. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് ഈ ഖുർആനിനെ ഒന്ന് ചിന്തിക്കാൻ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, വല്ലാത്തൊരു ചോദ്യമാണ് പടച്ചോൻ്റെ. നിങ്ങളുടെ മനസ്സുകൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ ഈ ഖുർആൻ ഒന്ന് തുറന്ന് ഒന്ന് വായിക്കാൻ? റമദാനിൽ ഖുർആൻ എടുത്തവരെ ഖുർആൻ പൂട്ടിവെക്കരുത്, ഷെൽഫിലേക്ക് വെക്കരുത്. കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, അതിൽ ഏറ്റവും നല്ല നിലക്ക് ഖുർആനും കൊണ്ട് വഹിച്ചു നടക്കുന്നവരാണ്. ഒരു ഉദ്റും അള്ളാഹുവിനോട് പറയാൻ കഴിയില്ല, റബ്ബിൻ്റെ ഖുർആൻ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് ഒരിക്കലും സഹോദരങ്ങളെ പറയാൻ കഴിയില്ല. അത്തരം ഒരവസ്ഥയിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥേഷ്ടം ഖുർആൻ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും എമ്പാടും സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഖുർആൻ പഠിച്ചാൽ എത്ര വലിയ പ്രതിഫലത്തെക്കുറിച്ച്, നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം നമുക്കറിയാം, സകാത്ത് കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം അറിയാം. എന്നാൽ ഖുർആനും സമാനമായി നിസ്കരിക്കുന്നത് പോലെ സകാത്ത് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്ന
ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വമിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതുകയും നമസ്കരിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന ആളുകളാണോ? എന്നാൽ മുറിഞ്ഞു പോകാത്ത, നഷ്ടം സംഭവിക്കാത്ത ഒരു വമ്പിച്ച കച്ചവടവുമാണ് അള്ളാഹുമായി നടത്തിയിട്ടുള്ളത് എന്ന് ഖുർആനാണ് പറഞ്ഞത്. അങ്ങനെ മനസ്സു മാറാൻ സഹോദരങ്ങളെ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അൽ മാഹിറു ബിൽ ഖുർആൻ മഅ സിഫറത്തുൽ കിറാമിൽ ബററ. പുണ്യാത്മാക്കളായ മലക്കുകളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തിപ്പെടും എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഏഴാമത്തത് അൽ മുജാലദത്തുൽ മുത്തഖീന അസ്വാദിഖീന ശാകിരീൻ. ഏറ്റവും നല്ല മനുഷ്യന്മാർ, സത്യം പറയുന്ന, ഏറ്റവും നല്ല നിലക്ക് കൊള്ളാവുന്ന, ഏറ്റവും നല്ല മനുഷ്യന്മാരോട്, മുത്തഖികളായ ആളുകളോട് കൂട്ടുകൂടണം എന്നത് ഇസ്ലാം പഠിപ്പിച്ചു. അതല്ലെങ്കിൽ വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരോടൊപ്പമാകണം എന്ന് ഖുർആനാണ് പറഞ്ഞത്. നമ്മളുടെ കൂട്ടുകെട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷേ തിന്മയുടെ ആളുകളോടാണ് നമ്മൾ കൂട്ടുകെട്ടെങ്കിൽ സഹോദര, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് വരാൻ ഒരുപക്ഷേ നമ്മെ തടസ്സം നിൽക്കുന്നത് നമ്മളുടെ ഉറ്റ ചങ്ങാതിയായിരിക്കും. പരലോകത്തെത്തുമ്പോൾ ഈ ഉറ്റ ചങ്ങാതിയെ വലിച്ചെറിയപ്പെടുന്നതിനെക്കുറിച്ച് പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു. ഇവിടെ നമ്മളെ തിന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ, ഒരുപക്ഷേ നന്മയുടെ വാതായനത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരുപക്ഷേ തിന്മയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ നമ്മളുടെ ഉറ്റ ചങ്ങാതി ഉണ്ടാകും. അതുകൊണ്ട് കൂട്ടുകാരൻ ഏതു നിലക്കാണ് എന്ന് പരിശോധിച്ച് ഏറ്റവും നല്ല മനുഷ്യന്മാരോടൊപ്പം കൂട്ടുകൂടാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകൾക്ക് നന്മയിൽ തുടർച്ചയായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് ഇസ്ലാം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എട്ടാമത്തത് അൽ മുഹാസബത്തു നഫ്സ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിചാരണയാണ്. എന്തുണ്ട് കൈകളിൽ? ഖുർആനിൻ്റെ ചോദ്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്തു പാതേയമാണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് ഖുർആൻ മനുഷ്യരോട് ചോദിക്കാണ്. എന്തുണ്ട് കൈകളിൽ? ഈ സമയം റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്ത് റബ്ബിലേക്ക് യാത്ര ചെയ്താൽ എന്താണ് സഹോദര നമ്മളോടൊപ്പമുള്ളത്? നിസ്കരിച്ച നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാകുമോ? ഖബറിലേക്ക് കൊണ്ടുപോകാൻ, വിചാരണയുടെ ലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ പറയാൻ എന്തുണ്ട് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളും ഒരു വേള ആലോചിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, കോടിക്കോടി മനുഷ്യന്മാർ അബൂ ഹുറൈറ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ആ സ്വഹാബി മരണവേളയിൽ അങ്ങനെ വിലപിച്ചു കരയുമ്പോൾ തൻ്റെ മകൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉപ്പച്ചിയെ കരയുന്നത്? ആ സമയത്ത് പറഞ്ഞത്, എനിക്ക് ഇനിയും സുദീർഘമായി യാത്ര ചെയ്യാനുണ്ട്. ഖബറും കഴിഞ്ഞ്, ബർസഖിൻ്റെ ലോകവും കഴിഞ്ഞ്, വിചാരണയുടെ ലോകവും കഴിഞ്ഞ് ഞാനങ്ങ് സ്വർഗത്തിലാകുമോ എന്ന ഭയപ്പാടിലാണ് ഞാൻ കരയുന്നത്. കരയുന്നതാരാണ് സഹോദര? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എത്ര വമ്പിച്ച പ്രതിഫലം ജീവിതത്തിൽ വാരിയെടുക്കാൻ കഴിഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കരയിപ്പിച്ചത് ഖുർആനിൻ്റെ ആയത്താണെങ്കിൽ നമ്മളൊക്കെ കൃത്യമായി ഖുർആനിൻ്റെ ആയത്തുകൾ വായിച്ചവരെന്ന നിലക്ക് നമ്മളെന്തു പാതയും ഒരുക്കിയിട്ടുണ്ട് എന്നത് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തി. 21-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ, സൂറത്തുൽ അംബിയായിൽ 1-ാമത്തെ വചനത്തിൽ, മനുഷ്യരെ നിങ്ങളുടെ വിചാരണ ഇതാ ആസന്നമായിട്ടുണ്ട്. എന്നാൽ മനുഷ്യരൊക്കെ അശ്രദ്ധയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഓതിയിട്ടാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. വിചാരണയ്ക്ക് മുമ്പ് ഒരു വിചാരണയുണ്ട്, അത് സത്യമാണ്, ഹക്കാണ്. വിചാരണയുണ്ട്. റബ്ബിൻ്റെ അടുക്കൽ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ മുഴുവൻ അവിടാണല്ലോ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഉംരിഹി. ഒരാൾക്കും അവൻ്റെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റില്ല, വെച്ച കാല് മുന്നോട്ട് വെക്കാൻ പറ്റില്ലെന്ന് ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. എന്നാൽ എല്ലാറ്റിനെക്കുറിച്ചും ചോദ്യമുണ്ട്. തനിക്ക് തന്ന ആയുസ്സിനെ കുറിച്ച് പോലും റബ്ബിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യുമ്പോൾ എന്തുണ്ട് സഹോദര? ആലോചിക്കണം. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. വിചാരണയ്ക്ക് മുമ്പ് ഒരു വിചാരണ. ഈ സന്ദർഭത്തിൽ വിചാരണയുടെ സമയമാണ്.
എന്തുണ്ട് നമ്മൾ റമദാനിൽ ചെയ്തതൊക്കെ എത്രത്തോളമുണ്ട്. ഒരുപക്ഷേ റമദാനിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിനരാത്രങ്ങളിൽ അതൊക്കെ പരിഹരിക്കാൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഈ പറയപ്പെട്ട നന്മകളിൽ നമുക്ക് മത്സരിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ അമലുകൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഏറ്റവും സുപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ 9ാമത്തേത് ദിക്റുൽ ലിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ഓർക്കലാണ്. സദാസമയം മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യന് കൂടുതൽ ഇബാദത്തുകളിൽ ധന്യമാകാൻ സഹോദരങ്ങളെ കഴിയും. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. പ്രവാചകരെ അങ്ങ് പറയണം, നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മരണത്തിൻ്റെ മലക്ക് നിങ്ങളുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയാൽ സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, നിങ്ങളുടെ മടക്കം അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്, റബ്ബിൻ്റെ അടുക്കലേക്കാണ്. അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ സദാ ഓർത്തുകൊണ്ടിരിക്കണം. അവനാണ് ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എന്താണ് താൻ തൊട്ടടുത്ത നിമിഷം സമ്പാദിച്ചുണ്ടാക്കുന്നതെന്നും എവിടെ വെച്ച് ഏത് ഭൂമിയിൽ എപ്പോൾ മരണപ്പെടുമെന്നതും ഒരാൾക്കും അറിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് മരണപ്പെടുമ്പോൾ ഏറ്റവും നല്ല മുത്തഖിയായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഏറ്റവും നല്ല അമലുകളുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം. ഒരു വേള തിന്മയിൽ സഞ്ചരിച്ചു കൊണ്ടാണ് റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്യുന്നതെങ്കിൽ അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അത്തരത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അജലെത്തിയാൽ പിന്നീട് അള്ളാഹു പിന്തിപ്പിക്കില്ല. ഒരു സെക്കൻഡ് പോലും മനുഷ്യൻ്റെ അജൽ, മരണത്തിൻ്റെ സമയം വന്നാൽ ആ മനുഷ്യൻ്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്ന, പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ലോകത്തേക്ക് എത്തിപ്പെടേണ്ടവർ കർമ്മങ്ങളുമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടുന്നത്. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനെ ഓർത്ത് മരണത്തെ ഭയന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകൾക്ക് അമലുകൾ ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കും. 10ാമത്തേത് അദ്ദുആഉൽ ഖാലിസ്, നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ കഴിയണം. ഒട്ടനവധി ന്യൂനതകളും കുറവുകളും നമ്മുടെ ഇബാദത്തുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇർസുഖനൽ ഇസ്തിഖാമത അലൽ അഅമാലി സ്വാലിഹ ബഅദ റമളാൻ. റമളാനിന് ശേഷം അല്ലാഹുവേ ഇസ്തിഖാമത്തോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കാൻ നീ സഹായിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. ഈ ദീനിൽ അല്ലാഹു എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണേ എന്നും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. ഇത്തരത്തിൽ റസൂലുള്ളാഹ് ഹുദയും തഖ്വയും നിരന്തരം അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണം. റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ടും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ അത് റബ്ബിനോട് ചോദിക്കാതെ പോലും റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആഫിയത്ത് വമ്പിച്ച അനുഗ്രഹമാണ്. നിസ്കരിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു തന്നു, എന്നാൽ അതും നീങ്ങിപ്പോകരുത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. റബ്ബിൻ്റെ കോപവും ശാപവും ലഭിക്കുന്ന ചില മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു. റബ്ബിൻ്റെ കോപം ലഭിക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നിരന്തരം പ്രാർത്ഥനകൾ ഉണ്ടാകണം. ജീവിതത്തിൽ അമലുകൾ ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കാതെ മരണം വരെ വഅ്ബുദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ അള്ളാഹുവിനെ ഓർത്ത് യഖീനോടെ ദൃഢബോധ്യത്തോടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഇവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ രോഗികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹുവെ ആജിലായ ശിഫ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.